തൊടുപുഴയിൽ നിന്ന് ഇപ്പം ഏകദേശം ഒരു 100-120 കിലോമീറ്റർ സ്പീഡായി വന്ന സ്പീഡ് ഉണ്ടാവും. കാരണം അവിടെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഇങ്ങോട്ട് തന്നെ ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് സാധാരണക്കാർ അല്ലെ എറണാകുളത്ത് രാവിലെ മുതൽ ബൈക്കൊക്കെ കയറി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞാനിവിടെ വന്നപ്പോഴും തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. ഏതാ ഒരു 500 കിട്ടാൻ വേണ്ടി, ഒരു 1000 കിട്ടാൻ വേണ്ടി എന്തിനോ രാവിലെ മുതൽ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു വീട്ടമ്മ ഒരു തിരക്കും ഇല്ലാണ്ട് 10,000, 2,000 രൂപ ഒരു ഉച്ചയാകുമ്പോൾ പകുതി മേടിച്ചിട്ട് നടക്കുക. ഒരു തിരക്കില്ല. ഇതിനെക്കുറിച്ച് ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ പറയാൻ ചെല്ലുമ്പോൾ എന്തോ ഒരു തല പറഞ്ഞ പരിപാടി. രാവിലെ ബാഗ് തൂക്കി പിടിച്ച് ഈ ഫുൾ സ്ലീവ് ഷർട്ട് വിട്ട് മറ്റെങ്കിൽ ടൈയൊക്കെ കിട്ടി അല്ലെ. ചിലപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ സൂട്ടൊക്കെ ഇട്ടേക്കുന്ന ആളുകൾ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം നിങ്ങൾ പറയുന്നത് ഈ സൂട്ടിട്ട ആളുകളെ കമ്പനി ജോലിക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയിപ്പിക്കലായിരിക്കും. അങ്ങനെയുള്ള ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. പുതിയ ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആളുകളുണ്ട് ഇവൾ എന്നെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തേക്കണ എന്നെ ഇതിനകത്ത് ചേർപ്പിക്കാൻ വേണ്ടിയാ. അങ്ങനെയൊന്നും ഞാൻ ചേരില്ല. അല്ല, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ആളോ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആള് നേട്ടങ്ങളുടെ കഥകൾ മാത്രമല്ല പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പല ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാൻ ചേരില്ല. ഇനി ചില ആളുകളുണ്ട് ഇത് കേട്ട് ഭയങ്കര ആകാംക്ഷയോടുകൂടി എക്സൈറ്റഡായിട്ട് ഇപ്പൊ തന്നെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്. അനിയൻ, ചേട്ടൻ, അളിയൻ, എന്റെ സ്വന്തക്കാരൻ, കൂട്ടുകാരൻ, ഇങ്ങനെ ഇപ്പൊ ഇത് അറിയിക്കഴിയുമ്പോൾ ഈ ചാർജിൽ ഫോൺ എടുത്ത് എടി നീ എവിടെയാണോ നീ എവിടെയാണോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നെ ഇന്നലെ വരെ മിണ്ടാണ്ടിരുന്ന ആളാണ്. ആ ആൾ ഫോൺ എടുത്തിട്ട് തകർത്തു. അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്ക് അപ്പുറം ഫോണിലെടുത്തേക്ക ആൾക്ക് എന്തോ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ചെന്ന് ചാടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോ ഈ ആവേശത്തിൽ പറയണ എലമെന്റ്സ് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. തൊടുപുഴ എന്നൊരാൾ വന്നിട്ട് തകർത്തു. അതാണിത്. അത് ചേരലട്ടോ എന്നൊരു പേടിത്തിരിയുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ഇവിടെ കണ്ടതാണോ, ഇതൊന്നും അറിയാത്ത കൂട്ടുകാരൻ പറഞ്ഞതാണോ കൺഫ്യൂഷൻ. മനുഷ്യ മനസ്സിന് നിരക്കാത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ആളോട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഹാൾ വിട്ടു പോകാവുള്ളൂ ഞങ്ങൾ പറയൂല. ഇതേ ആറ്റിറ്റ്യൂഡിൽ 2016 ഞാൻ നിന്നാളാം. അതേ ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ട് ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ വിട്ട് വരുമോ? നീ ഇവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഇന്ന് ഇടുക്കി ജില്ലയിലും അല്ലെ തൊടുപുഴയിലും ഇടുക്കി ജില്ലയിലും കേരളത്തിനും വെളിയിലും തൊടുപുഴയിലെ ഒരു പിന്നോക്ക ജില്ലക്കാരനായ ബിജു മാത്യുവിനെ നമ്മുടെ MILF ചെയ്യുമെന്ന പല ആളുകൾക്കും അറിയാം. തൊടുപുഴ വാസന്തി കണ്ട ആളുകളുണ്ടോ? തൊടുപുഴ വാസന്തി ഹലോ ചെറിയൊരു സിനിമ നടിയാ. പണ്ടത്തെ ആളുകൾക്ക് സിനിമ കാണുന്നവർക്കറിയാം അല്ലെ. തൊടുപുഴ രാധാകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. തൊടുപുഴ ബിജു മാത്യുവിനെ അറിയോ? അത് ഞാനാ. പക്ഷെ MILF മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് ലീഡറോട് ചോദിക്കണോ. അല്ലാണ്ട് എറണാകുളത്ത് ഇറങ്ങി നിന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് തൊടുപുഴ ബിജു മാത്യുവിനെ നീ അറിയുമെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്ന് പട്ടണം നോക്കും. എന്നാൽ MILF മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്നെ അറിയാം. കാരണം 10 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ കേരളത്തിനും വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളാണ്. സന്തോഷം. ഒരു 5 മിനിറ്റ് കൂടുതൽ തരാം. കാരണം ആലോചിച്ചു. പക്ഷെ ഇത് കേൾക്കാനുള്ള ഭാഗ്യവും ചില ആളുകൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ? പണി എഴുതാൻ തയ്യാറോ? എല്ലാവർക്കും വിജയിക്കാൻ ഇഷ്ടം ആഗ്രഹമാണ്. ഞാൻ പണിയില്ല. മലയാളിയെ സംബന്ധിച്ച് നിങ്ങൾ വേണമെന്ന് നോക്കിയോ, ഇവിടെ ഇഷ്ടം പോലെ തവള കമ്പനികൾ നമ്മൾ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഇഷ്ടം പോലെ അവര് വന്നിട്ട് കുറെ പ്രലോഭനം. നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ മതി. അങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതി. ആഴ്ചയിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വരുമാനം വരും. മലയാളി അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഒറ്റ കെട്ടിയാൽ വയ്ക്കാൻ പടം കംപ്ലീറ്റ് ആക്കുന്നു. ഞാൻ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ. ഇവിടെ ചുമ്മാ ഇരുന്നാൽ പണം കിട്ടില്ല. നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന് പൈസ മുടക്കില്ല. ഇവിടെ നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില ഒരു പ്രൈമറി സ്റ്റേജിലുള്ള പല കഷ്ടപ്പാടുകളാണ് പല ആളുകൾ ഇട്ടിട്ടുള്ളത്. അത് എനിക്കുണ്ടായിരുന്നു. എനിക്ക് തൊടുപുഴയില് ഞാൻ തൊടുപുഴ ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന കട നടത്തിക്കൊണ്ടിരുന്ന തൊടുപുഴത്തെ ആദ്യത്തെ കട എന്റെ കോൺക്രീറ്റ് കട്ടിങ് ആയിരുന്നു എന്റെ മെയിൻ പണി. കോൺക്രീറ്റ് കട്ടിങ് കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ഹൈവേയുടെ ഒക്കെ സൈഡില് കെട്ടിടത്തിന്റെ സൈഡ് കോൺക്രീറ്റ് ബ്രേക്കർ ഉപയോഗിച്ച് അത് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് എന്റെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ
ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 4 വർഷം കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു BMW ഒക്കെ എടുത്ത് നല്ല അടിപൊളി ലൈഫ് സ്റ്റൈൽ നടക്കും. അപ്പോഴും ഞാൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കടയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ 2-3 പണിക്കാരെ വെച്ചാൽ ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ തൊടുപുഴയിൽ KP ചാക്കോ, നിങ്ങൾ കണ്ടോ KP ചാക്കോ ജ്വല്ലറി? ആ KP ചാക്കോ ജ്വല്ലറി പുതുക്കി പണിതൊക്കെ അവരുടെ ഫ്രണ്ടേജ് കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി 2 ഭായിമാരെ പറഞ്ഞേൽപ്പിച്ചു. അവർ കേട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 4 മണിയായപ്പോ എന്നെ വിളിക്കുക, എന്റെ പൊന്നു വിളിച്ചു, നാളെ രാവിലെ ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട, ഈ ചങ്ങാതി വരെ കട്ടി തരുമോ? ഞാൻ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞ് BMW പറന്നടിച്ചു പോവാ. നേരെ KP ചാക്കോടെ അവിടെ ചെന്ന് BMW അങ്ങ് ചാടി ഇറങ്ങി നോക്കിയപ്പോ നല്ല എക്സിക്യൂട്ടീവ് വന്നിരിക്കുന്നത്. ഏതോ എഞ്ചിനീയർ വന്നിട്ട് നോക്കാൻ വേണ്ടി വന്നാ. മുകളിൽ നിൽക്കുന്ന ഭായിമാരോട് ചോദിച്ചു, എല്ലാ നടപടിയുണ്ടോ? അവര് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണും. ആ ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് ഞാൻ അതിന് മുറി ആ ബ്രേക്കറെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കി ഞാൻ ഇറങ്ങി. അപ്പൊ ഇറങ്ങി വന്നപ്പോ മുതലാളി കുറെ പട്ടു കിട്ടുന്ന ആളുകൾ ഇതാരാണ് ഈ BMW വന്നിട്ട് എന്ത് ഇത് ഫുൾ സ്ലീവ് ഷർട്ടിട്ടു സൂട്ടിട്ടു എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തേക്കുന്ന ഒരാൾ വീണ് നടക്കണ്ടാവും. എനിക്ക് സൂട്ടി ചെടി പറ്റുന്നു അങ്ങനെ ഒരു മനസ്സുണ്ട്. സുഹൃത്തുക്കളെ, ലൈഫ് ഒന്നും കൂട്ടും ഒറ്റ ജീവിതം. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ഞാൻ പറയുന്നില്ല. ലൈഫ് ഒന്നും കൂട്ടോ ഒറ്റ ജീവിതം. ഇത് 4 ടെസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-30 വർഷമായി. ആ ചുമന്ന ആ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിച്ചനായി. നിങ്ങൾ നടപടിയില്ലാത്ത കാര്യത്തിന് പുറകെ പോകല്ലേ. ഇവിടെ PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടിയ ഗവൺമെന്റ് ജോലിക്കാരൻ ഇവിടെ വന്നിട്ട് ഇവിടെ പണിയിരിക്കുമോ? അപ്പോഴാണ് ചില ആളുകൾ PSC ടെസ്റ്റ് 96 മാസം കൊണ്ട് ഇവിടുത്തെ ഒരു ഗസറ്റർ റാങ്കിൽ പണിയെടുക്കുന്ന ആള് പൈസ ഉണ്ടാക്കിനേക്കാൾ 10 ഇരട്ടി പൈസ ഉണ്ടാക്കിയാണ്. ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റുന്ന ലൈഫ് ഉണ്ടാക്കി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയിലൂടെ കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അവിടുത്തെ സമ്പന്നൊക്കെ ബിജു മതിലുണ്ടായിരുന്നു. കാരണം രാവിലെ ഫോൺ വിളിച്ചിട്ട് ബിജു നീ എവിടെയാ, എന്റെ കണ്ണിലൊരു പൂച്ച ചാടി ഒന്ന് എടുത്തു കൊടുക്കണം. പൂച്ച ചാടിയേ ഒരു പൂച്ച ചാടി എടുക്കാൻ വെറും ഒരു കയറിന്റെ കട്ടും ഒരു ശരിക്കും നല്ലൊരു കച്ചവടം ചാവുന്നത്. അതെടുക്കാനുള്ള ബുദ്ധിയില്ല. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുടെ ഓഫീസിൽ പോയിരുന്നിട്ട് ഈ ബിസിനസ് തോന്നുന്നത് സംസാരിക്കും. പുള്ളി ഇതെല്ലാം കേട്ടോണ്ടിരുന്നു. എന്റെ സമയം ചോദിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്താ ഈ സമയമായിട്ട് അടയ്ക്കാത്തെന്ന് വെച്ചു. ഞാനൊരു ആശാരിനെ നോക്കി നിൽക്കും. എന്താന്ന് നോക്കിയപ്പോ പുള്ളിയുടെ ഒരു ഡ്രോണ് 2 സ്ക്രൂ ഇളകി പോയി. ഒരു സ്ക്രൂ ഡ്രൈവർ മേടിച്ചിട്ട് 2 സ്ക്രൂ മുറുക്കാൻ അറിയില്ല. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അതിന് ആശാരിനെ തപ്പിപ്പോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ചങ്ങാതിനെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടേ കാര്യം. ഒരു സാമാന്യ ബുദ്ധി വേണ്ട സാർ. ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരു സ്ക്രൂ മുറുക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? അതിന് MBAയും BBAയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആളുകൾ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ കാരണം ഇത്രയും കാശുണ്ടാക്കുന്നു, BMW എടുക്കുന്നു, 3-4 വീട്ടില് ദുബായ് ഫ്ലാറ്റ്, ഇതൊക്കെ വെച്ച് എന്നെ പിടിച്ചിരുത്തിയപ്പോ ഒരു ദിവസം പോയിട്ട് വരുമ്പോൾ സാർ പോയിട്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ നിന്നിട്ട് എന്നെ ഒരു ഉടുസും മൂടി കയറ്റി ചോദ്യം ചെയ്യാൻ വേണ്ടി. ഞാൻ അവർക്കൊരു സുഖമായിട്ടൊന്നും ഉറക്കത്തിന് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻ. ഞാൻ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കി. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഇവര് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ചോദിക്കാം. പൊന്നു സാറെ, മലയാളം അല്ലാതെ വേറെ സാധനം കഴിയും. പുള്ളിക്കാരൻ എന്റെ വേഷം അടിമുടി നോക്കിയിട്ട് സത്യമാണോ? കണ്ടപ്പോ സുന്ദരൻ, കാണാൻ സുന്ദരൻ, കണ്ടാൻ മിടുക്കൻ, MBAക്കാരനേക്കാളും നല്ല പവർ സംസാരിക്കുന്നതിനോ ഇതെല്ലാം ഞാൻ പൊന്നു സാറെ 10ാം ക്ലാസ് വരെ മനുഷ്യൻ. എന്താണ് ഒരു 3-4 ദിവസത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതിനു ശേഷം എന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അടിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു 5-8 പേപ്പർ പ്രിന്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് എന്നെ കൂടി സൈൻ ചെയ്തിട്ട് സീൽ ചെയ്തു. എന്നിട്ട് വന്നിട്ട് ഇംഗ്ലീഷിൽ വായിക്കാം. ഒരു രക്ഷയില്ല. തൊട്ടടുത്ത് മലയാളം അറിയാവുന്ന, ഇംഗ്ലീഷ് അറിയാവുന്ന ആൾ മലയാളം തർജ്ജിമ ചെയ്യാൻ വേണ്ടി ഉത്തരപ്പെടുന്നത് കംപ്ലീറ്റ് വായിച്ചു. എല്ലാം തലയാറ്റി. ഞങ്ങൾ സാറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയത്ത് ഒരു കാരണവശാലും പീഡിപ്പിച്ചില്ല, വേദനിപ്പിച്ചില്ല.
എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒപ്പിട്ട് കൊടുത്തു. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെ വേണമെങ്കിലും കൊച്ചിൻ ചെയ്തോട്ടെ, ബിജുമത്തിനെ എവിടെ വേണമെങ്കിലും കൊണ്ടോട്ടെ. കാരണം എന്റെ അക്കൗണ്ട് വഴി വരുന്ന കംപ്ലീറ്റ് വൈറ്റ് മണിയാണ്. ഈ വൈറ്റ് മണിയൊക്കെ 96 മാസം അല്ലേ പണം ഉണ്ടാക്കാൻ നമ്മൾ ഓടണം. പണം ഉണ്ടായി കഴിഞ്ഞാൽ പണം പിന്നെ നമുക്ക് പണം ഉണ്ടാക്കി. ഇപ്പൊ എന്റെ പണം എനിക്ക് പണം ഉണ്ടാക്കി തരും. പണം ഉണ്ടാക്കാൻ കഷ്ടപ്പാടാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1, 2, 3 ലക്ഷം രൂപ വരാൻ പക്ഷെ പാടാം. 1 ലക്ഷം രൂപ വരാൻ ഭയങ്കര പാടാം. ഇതങ്ങ് വന്നു തുടങ്ങിയാൽ പിന്നെ ആ പണം നമുക്ക് പണം ഉണ്ടാക്കി തരുന്നു. നിങ്ങൾ ആളെ ചേർക്കാൻ വേണ്ടി വിളിച്ചല്ല. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കിയിട്ടും ആശുപത്രിയിൽ പോയിട്ട് റിക്കവർ ആകാത്ത ആ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. നിങ്ങൾ അറിയണം, എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. സന്തോഷം, സമാധാനം, ഐശ്വര്യം, സമ്പത്ത് ഇതെല്ലാം കൊണ്ടിട്ട് പോരാ. എന്നിട്ടും എന്റെ കൂട്ടുകാർ പറഞ്ഞാൽ നീ ആളെ പിടിക്കുന്ന പണി നിർത്തിയില്ലേ. അത് പിന്നെ പോട്ടെ, സമാധാനമുണ്ട്. ഇപ്പോഴും ആളെ പറ്റിയൊരു പണി നിർത്തിയിട്ടില്ല. എന്നെ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഇന്ന് അറിഞ്ഞുകൊണ്ട് പണ്ട് ഞാൻ ഓർക്കണ്ട കേട്ടോ, എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ആൾ മോഷിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ക്രിക്കറ്റ് ബോൾ മേടിക്കാനുള്ള പൈസ തന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു കടയിൽ പോയിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എന്ത് ചെയ്തു, ആ കടക്കാരനോട് ചെന്ന് മേടിച്ചു. ഞാനിങ്ങനെ മേടിച്ചു പോയി. അത് ഞാൻ എന്താ ചെയ്യണേ, എന്നെ തവള തട്ടിട്ട് തോന്നി. ആളൊക്കെ ചെറുപ്പം പ്രായമാണ്, അതൊന്നും കുഴപ്പമില്ല. എന്താ എനിക്ക് അന്ന് പറയാനുള്ള ഒരു മാനസാന്തരം കിട്ടി. അന്ന് ആ അദ്ദേഹം പറഞ്ഞപ്പം എന്റെ ഉള്ളിൽ നിന്ന് സാധനം പൂച്ചു. അറിവില്ലായ്മ കൊണ്ട് ചെയ്താ. പക്ഷെ എന്റെ അപ്പ എന്നെ കഷ്ടം പഠിപ്പിച്ചിട്ടില്ല, എന്നെ കണ്ടത് പഠിപ്പിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യവും ഒരുക്കി തരുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ. സത്യത്തിന്റെ ജീവിതം ഒരു കളങ്കമില്ലാണ്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ നോട്ടങ്ങളൊക്കെ നന്മയോട് കൂടിയാണെങ്കിൽ നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോകേണ്ട സാർ. പണം നിങ്ങളുടെ പിന്നാലെ വന്നിട്ടുള്ള അങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ല. എന്നെ ഒരിടത്തും ദൈവം വീഴിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്. കഷ്ടപ്പാടൊക്കെ വരുത്തും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമയത്ത് ജയം എനിക്ക് അത് തർക്കമില്ലാത്ത കാര്യം. ഞാൻ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ 10 വർഷത്തെ അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്ന പുതിയ അനുഭവം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, തള്ളിക്കളയാം. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇവിടെ വെച്ച് തോന്നിയാൽ ബിജു മാത്യു പ്രോഗ്രാം സെന്റർ വിട്ടു പോയതിന് മുമ്പ് നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ, ഒന്ന് ക്ലിയർ ആണ്. നിങ്ങൾ ടീമും നോക്കണം. ഞാനൊരു ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ MILF മാർക്കറ്റിംഗ് കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. MILF മാർക്കറ്റിംഗ്. കാരണം നമ്മുടെ രാജ്യത്ത് ഈ കമ്പനി വിജയിച്ചാൽ നമ്മുടെ രാജ്യം വിജയിക്കും സാർ. അതാണ് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ കമ്പനിയുടെ ഡബിൾ ITC ആണ്. ഡബിൾ ITC ഞാൻ ഓണാക്കി ഓണാവില്ല. അതിവിടെ മറന്നില്ല. ഓണാക്കുന്നോ ഇവിടെ ഞാൻ മാറ്റുവാണെങ്കിൽ ഒന്ന് ബിജു മാത്യു, മറ്റൊന്ന് ബിജു മാത്യു. ഓക്കെ ഓക്കെ സാർ. ഡബിൾ ITC എത്തുന്നതിന് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ ആളെ പോലെ 2016 ഒരു പ്രോഗ്രാം സെന്ററിൽ എന്റെ കടയിലാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി കേട്ടത്. പിന്നീട് പ്രോഗ്രാം സെന്ററിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു. ഈ അവസരം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ലീഡറെക്കാൾ നല്ല ലീഡർ ഞാനാണ്. അതുകൊണ്ട് ഇത് വേറെ ഒന്നും നോക്കിയില്ല, ആഞ്ഞു പിടിച്ചു. ഈ ഡിസംബറിൽ ഡബിൾ ITCക്ക് മുമ്പ് എന്റെ ഒരു പാസ്റ്റ് ഉണ്ട് സാർ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കും സാർ. നോക്ക് സാർ, ബിജു മാത്യു അവിടെ ഇരുന്ന് ടൂൾസ് നന്നാക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു, കിണർ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു, പൂച്ചനെ എടുത്തു കൊടുക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ മറക്കില്ലാട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാന്ന്. ഞാൻ നോക്കിയപ്പോ ഒരു പൂച്ച കെന്തി ചാടിയിട്ട് പുള്ളിക്കാരൻ തൊട്ടി നോക്കുന്നു, കൊട്ട നോക്കുന്നു, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു, ബിജു ഈ പൂച്ചനെ എടുത്തൊന്നും നിനക്ക് എന്തും തരാം, എന്തും തരാൻ തോന്നി. ഓ അപ്പൊ രക്ഷപ്പെട്ടു. ഞാനൊന്നും പറഞ്ഞില്ല. ആ തൊട്ടി കെട്ടി കയറി കഴിക്കാൻ പോയി. തൊട്ടി കെട്ടി കയറി കഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടില് കിണറുണ്ടെങ്കിൽ പരീക്ഷിക്കാട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് വള്ളി നമ്മള് കെട്ടണേ, ആ പ്ലാസ്റ്റിക് കൊണ്ടിട്ട് കുടുക്കിടുക. ആ കയറ് കൊണ്ടുവന്ന് ആ കുളിപ്പിച്ച് വലിക്കുക ഇടുക. ആ കയറ് കൊണ്ടുവന്ന പൂച്ചനെ കഴിച്ചിട്ട് ഇത്രയുണ്ട്. പുള്ളിക്കാരൻ ആ പൂച്ചേനെ രാവിലെ പൈസ കൊടുക്കാൻ മടിയായിട്ട് 6 മണി മുതൽ കിണറ്റിലേക്ക് തലയിട്ടിട്ട് നോക്കിയതാണ്. വൈകുന്നേരം 3 മണിയായപ്പോ മടത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കാൻ. ഞാൻ ചെന്ന 15 മിനിറ്റ് കൊണ്ട് പൂച്ചനെ കൊള്ളിട്ടു. പുള്ളിക്കാരൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി. എന്ത് കൊടുക്കാന്നല്ല പറയും, എന്താ കൊടുക്കും. ഞാൻ പറഞ്ഞു ഒരു 1000 രൂപ. ഈ 10 സെക്കൻഡ് നേരത്തിന് 1000 രൂപ. 10 സെക്കൻഡ് നേരത്തിനുള്ള 1000 രൂപയല്ല,
ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത് എന്റെ ബുദ്ധിയിലെയാണ് ആയിരുന്നു. കയറാണെങ്കിൽ അവിടുത്തെ വള്ളി കെട്ടിയിരുന്നില്ല, അത് എടുക്കാനുള്ള ബുദ്ധി വേണേ. ആ ബുദ്ധി ആ പുള്ളിക്കാരന് 8 മണിക്കൂറായിട്ട് ഉണ്ടായില്ലെങ്കിൽ അതായിരുന്നു മേടിക്കാൻ പാടില്ല. ശരിയല്ല സാർ? അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിയുണ്ട് സാർ, ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് ബുദ്ധിപരമായിട്ട് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറയാണ്, നിന്നെ ആ മേച്ചച്ച് പിടിച്ചോടാന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ചില ആളുകളുണ്ട് ഈ ബിസിനസ്സിൽ. ഞാൻ കണ്ടാണ്, ഞാൻ 10 വർഷമായിട്ട് എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഒരു 3 മാസം 1.5 മാസക്കാലം അടിപൊളി കെട്ടി, 2 മാസം കഴിയുമ്പോൾ അടിപൊളി കെട്ടി. ഇവിടെ വരവും പോക്കും കണ്ടില്ല, ഭയങ്കര സംഭവിക്കും. 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ചില ആളുകൾ ലോ പറയും, ഇല്ലെങ്കിൽ ആരെങ്കിലും ബിസിനസ് കടന്നൊന്നില്ല, 2 പ്രോട്ടീൻ അറിയില്ലെങ്കിൽ അവൻ പതുക്കെ വരും. അപ്പൊ ഇവന്റെ കൂടെ ഇരിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ചെയ്യാൻ തയ്യാറായിട്ട് പോകും. കാരണം ഇവന്റെ ലൈഫ് സ്റ്റൈൽ ഒക്കെ സെറ്റപ്പായി നിൽക്കുക, ഇവനിലേക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിരിക്കുക. ആ 2 ആഴ്ച ഇവന്റെ ഗ്യാസ് പോയിട്ട് ഇവൻ പതുക്കെ പഴയതുപോലെ ആയി. അപ്പം കൂട്ടുകാരെ ചോദിച്ചപ്പോ എന്റെ പരിപാടി ഇല്ലേ, ഞാൻ ചുമ്മാ അതിങ്ങനെ അതിന് 2 ആഴ്ച എന്ന് പറഞ്ഞാൽ പുലി പോലെ നിന്നോ. സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കുക, MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി പഠിക്കുക സാർ. ഇവിടെ നമ്മൾ അഡ്വക്കേറ്റ് ആകുന്നുണ്ട്, ഡോക്ടർ ആകുന്നുണ്ട്, അവിടെ വർഷങ്ങളോളം പഠിച്ചിട്ടാ ആണോ അല്ലയോ? എന്നിട്ടാണ് അല്ലേ 5 വർഷം അഡ്വക്കേറ്റിന് പഠിച്ചു, സർട്ടിഫിക്കറ്റ് അഡ്വക്കേറ്റ് ആവോ? വീണ്ടും 5 വർഷം വേറെ നല്ല സീനിയർ അഡ്വക്കേറ്റിനോട് പ്രാക്ടീസ് ചെയ്തു. ഡോക്ടറാണല്ലോ എത്രയോ വർഷം പഠിച്ചിട്ട് 1 ലക്ഷം 2 ലക്ഷം പഠിക്കണേ. നേരെ മറിച്ച് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾ ആഴ്ചയിൽ 2,10,000 കിട്ടാൻ പഠിക്കാൻ വന്ന ജന്മത്ത് പഠിക്കില്ല. ഇതാ പഠിക്കണേ. ഇത് നാളെ ഞാൻ വീടാന്തരം പ്രോഡക്റ്റ് കൊണ്ടുകൊണ്ട് വിൽക്കണ്ടേ സാർ? വിൽക്കാൻ കമ്പനി പറയുന്നില്ല സാർ. നിങ്ങളിത് വീടാന്തരം കയറ്റി വിൽക്കാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മയ്ക്ക് 1000 രൂപ വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കിട്ടും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം സാർ. ഞാൻ BMW നടക്കുന്ന ആളാണല്ലോ, വണ്ടിയുടെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്റെ വണ്ടിയുടെ ബാക്കിലുണ്ട്. BMW വേണോ സാർ കസ്റ്റഡിയിൽ കൊടുക്കാൻ? ഇനി ഞാൻ കസ്റ്റഡിയിൽ കൊടുക്കുമ്പോൾ BMW ചെന്ന് കൊടുക്കുമ്പോൾ ആള് ചിന്തിക്കോ ഇത് കസ്റ്റഡിയിൽ കൊടുക്കാൻ വേണ്ടി BMW മേടിച്ചാന്ന്? കൊടുക്കാനുള്ള മനസ്സ് വേണം സാർ, നിങ്ങൾക്ക് പറയാനുള്ള മനസ്സ്. ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ മറ്റൊരാൾക്ക് വിളിക്കാൻ നോക്കണ്ട. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ കോൺഫിഡൻസ് കുത്തുന്നതാണ്. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് കേരളം മൊത്തം പനിയില്ല ആണോ സാർ? MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഒന്നും പനി പിടിച്ചു, എനിക്ക് പിടിച്ചു. പക്ഷെ ഞങ്ങൾ ആശുപത്രി പോയിട്ടാണ്, ഞാൻ ആശുപത്രി പോയി. MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ഉള്ളോടത്തോളം കാലം ഞാനൊന്നും എന്റെ ഫാമിലിയെ ആശുപത്രി പോവുകയാണ്, എന്റെ കുട്ടികൾ ഒട്ടും പോവുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എന്താ കാരണം? നമ്മുടെ കൊച്ചിനെ കൊണ്ട് റോട്ടിൽ നടന്നു പോവാം, എന്റെ കുഞ്ഞിനെ കൊണ്ട് റോട്ടിൽ നടന്നു പോവാം. പോണ സമയത്ത് കൊച്ചി കൈ പിടിപ്പിച്ച റോഡിന് മുന്നിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ ഓടുന്ന പട്ടിയാണ്. പട്ടിനെ കണ്ടപ്പോ കൊച്ചു തിരിഞ്ഞു ഓടി നിന്ന് ആരുടെ കൈ പിടിച്ചു? അപ്പന്റെ കൈ പിടിച്ചു. അപ്പന്റെ കൈ പിടിച്ചാൽ പട്ടി കഴിക്കില്ല എന്നുള്ള വിശ്വാസം ആർക്കുണ്ട്? ഉണ്ടോ? MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി പ്രോഡക്റ്റ് വീട്ടിലുള്ളടത്തോളം അങ്ങനെ ഈ അസുഖം വരില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക്. ഹലോ, മനസ്സിലായോ സാർ? പ്രോഡക്റ്റിന് പ്രത്യേകത ഏതാണ്? അല്ലാതെ നിങ്ങൾ ഒരു കഫ്നിൽ കൊടുത്തിട്ട് 50 ലാഭമല്ല, കഫ്നിൽ കൊടുക്കുന്ന ഒരു സൗഖ്യം നിങ്ങൾ പ്രതീക്ഷിച്ചേ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ലാഭം വരും. ആസ്വദിച്ചേ സാർ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ആസ്വദിച്ചേ. അല്ലാതെ ചുമ്മാ ഒരാൾ ചെയ്തില്ല, 2 ആൾ ചെയ്തില്ല, 2 പേർ പോട്ട് മേടിച്ചില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് തിരിയേ. നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ മാർഗം തടസ്സം ഉണ്ടാവും സാർ. നിങ്ങൾക്ക് ലക്ഷ്യമാണ് പ്രധാനമെങ്കിൽ മാർഗം നമുക്ക് വേറെ സ്വീകരിക്കാം എന്ന് വെച്ച് ലക്ഷ്യപ്പെടുന്നത്. എനിക്ക് ലക്ഷ്യമുണ്ട് സാർ. MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങാൻ എന്റെ ലക്ഷ്യം. ഹലോ, എത്ര പേരാണ് സ്വന്തം കണ്ടത് സാർ? ആയുസ്സും ആരോഗ്യം തന്നാൽ കാണിച്ചു. ആയുസ്സും ആരോഗ്യം കിട്ടും, അത് നമ്മുടെ ഇല്ല അല്ലെ? ആയുസ് ഞാൻ നേടിയെടുക്കും, കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്. അല്ല, ആരോഗ്യം ഞാൻ നേടിയെടുക്കും, അത് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്. ആയുസ് അറിയില്ല, അതെന്റെ സ്വഭാവം പോലെ ഇരിക്കും ആയുസ്. എന്റെ വായി കിടക്കുന്ന നാക്ക് ശരിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ തല്ലിക്കൊല്ലും ആണല്ലോ. ഒരുപാട് ആയുസൊന്നും കിട്ടില്ല. നല്ല മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ? നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാ സാർ? ഒരു വൃക്ഷത്തിന്റെ ഫലം കൊണ്ടല്ലേ സാർ വൃക്ഷം അറിയപ്പെടുന്നേ അല്ലെ സാർ? നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ മോശമാണെങ്കിൽ അല്ലെ, ഇവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹിറ്റ്ലർ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയി, നമ്മളെല്ലാവരും പറയോ പിടിക്കാൻ ആള് കൊള്ളാം, ആളെന്തെങ്കിലും നന്മ ചെയ്തിട്ടാണ് ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയത്, അങ്ങനെയാണോ പറയുന്നത് സാർ? അയാള് പോയത് തന്നാലേ അല്ലെങ്കിൽ ഈ ലോകം മൊത്തം നശിച്ചെന്ന് നോക്കി ആണല്ലോ. അയാളെ കുറിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കോ സാർ? ഒരിക്കലും പ്രാർത്ഥിക്കോ സാർ? അന്ന് നേരെ മറിച്ച് നമുക്കറിയാം, അത് വിശുദ്ധയായ മദർ തെരേസ മാറ്റിപ്പോയി. നമ്മൾ എന്തായിരിക്കും സാർ അവരോർക്കും പറയുന്നത്? അല്ലേ സാർ? അവരിപ്പോഴും സ്വർഗത്തിൽ ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥന നമ്മളിലൂടെ ഉണ്ട് ആണോ സാർ? ഇത് ആരാ സാർ ഉണ്ടാക്കിയത്?
ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ആണല്ലോ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോണേന്ന് നമ്മൾ ഓരോ ദിവസം മരണത്തോട് അടുത്തിട്ട് പോയിക്കും ആണല്ലോ. നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ലാട്ടോ നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മളത് ചിന്തിക്കുന്നതാണ്. ദൈവം തന്ന ഓരോ ദിവസം ഓരോ ആയുസാണ്. നിങ്ങൾ നാളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നാളെ നമുക്ക് എന്ത് നടക്കും അറിയാൻ പറ്റും. യെസ്റ്റർഡേസ് ഹിസ്റ്ററിയാണ്. യെസ്റ്റർഡേസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്നത്തെ ദിവസം ഗിഫ്റ്റാണ്. ഇന്ന് ദിവസം നന്നായിട്ട് ജീവിക്കുക എന്നിട്ടല്ലേ നാളത്തെ കാര്യം. ഇന്ന് ആളുകൾ ഇങ്ങനെ ഇറുക്കി പിടിച്ച് പട്ടണി നടന്നിട്ട് നാളത്തേക്ക് ജീവിക്കാൻ നോക്കാം. ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചോണ്ടാക്കി ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെന്തിനാ ഉണ്ടാക്കുക? സാർ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ കുറച്ച് സേവിങ് വേണം, മാറ്റി വെക്കാം, എമർജൻസി. ബാക്കി എല്ലാ പൈസ ചെലവാക്കാം. നിങ്ങൾ നല്ല ഡ്രസ് മേടിച്ചിട്ട് സാർ 90ാമത്തെ വയസ്സിൽ ചുഴാറ്റിട്ട് വല്ല കാര്യമുണ്ടോ? ചിന്തിക്കുന്നില്ല. പണം ഉണ്ടാക്കാനുള്ള മാർഗം പറഞ്ഞു വരും. നിങ്ങൾ വേറെ ഒന്നും നോക്കണം. MI ലെഫ്റ്റ് ഹാൻഡ് മാർക്കറ്റിംഗ് ഹാർട്ടിൽ കൊണ്ടുപോകണം. പച്ച കുത്തണം ഹാർട്ടിൽ. MI ലെഫ്റ്റ് ഹാൻഡ് മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾ ഹാർട്ടിൽ പച്ച കുത്തണം. ഉറക്കത്തിലും വിളിച്ചു പറഞ്ഞാൽ ഏത് പ്രോബ്ലം വിളിച്ചു പറയാം. നിങ്ങൾ ആര് വേണമെങ്കിലും എത്ര രാത്രിക്ക് വിളിച്ച സാർ ഒരിക്കലും ഹലോ ഞാൻ വിളിക്കുക. അപ്പോഴും ഈ പവറാണ് സാർ. ഈ പവർ ഒരിക്കലും പോകില്ല. ഈ പവർ പോകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നഷ്ടപ്പെടുന്നു. കാരണം മനുഷ്യന്റെ പവർ അത്ര ഉണ്ട്, മനുഷ്യന്റെ കഴിവ് അത്ര ഉണ്ട്. ഈ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാത്തതാണ്. ഒരു മനുഷ്യന്റെ പവർ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മളെ കണ്ടി കഴിയാത്ത ഒന്നുമില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. മറ്റു ജീവജാലങ്ങളെ പോലെ അല്ല. മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഒരു വല വരച്ചു വിട്ടേക്കോ. നീ ഇങ്ങനെ പോകാവുള്ളൂ, നീ ഇങ്ങനെ നടക്കാവുള്ളൂ, നീ ഇങ്ങനെ കുറയ്ക്കാവുള്ളൂ. എന്തായോ ഒരു കോഴിയുടെ മുട്ടയും ഒരു താറാവിന്റെ മുട്ടയും നിങ്ങൾ നദിയുടെ കരയിൽ വെച്ച് വിരിക്കുക. താറാവിന്റെ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോകും ആണല്ലോ. കോഴിയുടെ മുങ്ങിച്ച് കഴിഞ്ഞാൽ നേരെ കരയിലേക്ക് പോകും ആണല്ലോ. അവർക്കൊക്കെ ഒരു വല വെച്ച് വെക്കുക. നീ അങ്ങനെ പോകാവുള്ളൂ. മനുഷ്യരോട് പറഞ്ഞാൽ ഒരു വലയും വെച്ച് വയ്ക്കും. നിങ്ങൾ എങ്ങനെ വേണ്ടി വെച്ചോണം. അത് തോന്നിയ പോലെ പറ്റുകൊണ്ടിരിക്കും. സാർ ജീവിതത്തിൽ ഓർഡർ വേണം സാർ. സാർ നിങ്ങൾ സൂര്യൻ ഉദിപ്പിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുന്ന ആളാണോ? സൂര്യൻ അസ്തമിച്ചിട്ടാണോ വീട്ടിൽ കയറി? നിങ്ങളുടെ വീട് സമന്തിയായിരിക്കും സാർ. തൽക്കൂല തരും. അല്ലാതെ 9 മണിക്ക് എഴുന്നേറ്റിട്ട് 11 മണിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇറങ്ങി 3 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് സമയമില്ലെന്ന് പറയില്ലേ? സമയം കിട്ടുന്നുണ്ട്, സമയത്ത് എഴുന്നേക്കണം. അങ്ങനെ ചെയ്തേക്കുന്ന ആളുകൾ ഏറ്റവും വിജയിച്ചിട്ടുണ്ട് സാർ. ഞാനൊക്കെ അലസനായിരുന്നു. ഇവിടെ വന്നപ്പോ അലസത മാറ്റിയത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഓക്കെ. ഞാൻ ഈ കടയിൽ നിന്നാണ് സാർ MI ലെഫ്റ്റ് ഹാൻഡ് മാർക്കറ്റിംഗ് ആരംഭിച്ചത്. ഈ കടയിൽ നിന്ന് സമയത്ത് നല്ല ലൈബിലിറ്റിയാണ് സാർ. നല്ല ലൈബിലിറ്റി എന്നാൽ നല്ല ലൈബിലിറ്റി. നേരം വിളിക്കുമ്പോൾ 5 മണിക്ക് കടയിൽ വരുമെന്ന് പറയാം. ഒരാൾക്ക് 500 രൂപ കൊടുത്ത് തീർക്കാൻ വേണ്ടി തീർക്കാം. ഈ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാനിരുന്ന വീട് സാർ. ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നല്ല വാടക വീട്ടിലേക്ക് ഒന്ന് ഓണാണ് ഇതൊക്കെ വീഡിയോ ആണ്. ചില സമയങ്ങൾ അങ്ങനെ ഇനി ഞാൻ കമ്പ്യൂട്ടറിനോട് വന്ന കാരണം എന്റെ കമ്പ്യൂട്ടർ വെച്ച ഒരു കുഴപ്പമില്ല സാർ. ഞാൻ കിടന്ന വീട് സാർ നിലത്ത് പായിട്ട് 5 പിള്ളേരെ കൊണ്ട് കിടന്നാണ് സാർ. ഇത് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പറഞ്ഞ സങ്കടം തീർന്നു. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ ആരും വരല്ലേ? ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകല്ലേ? ഇതത് പറയാൻ കാരണം ഈ സമയത്ത് 5 പിള്ളേരുള്ളപ്പോൾ തന്നെ സഹതാപം. 5 പിള്ളേരുള്ളപ്പോൾ വേറെ പണിയൊന്നുമില്ല. കടയുണ്ടെങ്കിൽ പോലും ലൈബിലിറ്റി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും സേവിങ് ഇല്ല. എല്ലാ മാസവും കടം തീർത്തതിന്റെ പണി. കടം തീർത്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിഷനറി വേറെ വേണ്ടി വരും. വീണ്ടും കടം മേടിക്കും, കടം വീട്ടും, കടം മേടിക്കും, കടം വീട്ടും, കടം മേടിക്കും. ഇങ്ങനെ ഒരു മിഷനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് MI ലെഫ്റ്റ് ഹാൻഡ് മാർക്കറ്റിംഗ് കമ്പനിയുമായിട്ട് എൻ്റെ ചങ്കായിട്ടുള്ള എൻ്റെ ഇന്റിമേറ്റ് സുഹൃത്ത് ഇന്ന് കമ്പനിയുടെ WTC മാറി ഞാൻ അവരെ ഇറക്കി വിട്ടാ സാറിന്റെ കടയിൽ ഇറക്കി വിട്ടു. ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് എന്റെ കടയിലേക്ക് വരുന്നത്. അത് കാരണം കുറെ നേരമൊക്കെ ഞാൻ സഹത്തോട് സംസാരിച്ചു. ഇവരെന്നെ എന്തെങ്കിലും വിടുന്നില്ല എന്നുള്ളപ്പോൾ ഈ പരിപാടിയായിട്ട് ഇവിടെ നിൽക്കട്ടെ, എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് പറയണ്ട അതുപോലെ എന്നെ കടയിൽ ഇറക്കി വിട്ടു. ഇന്ന് അവർ 2 പേരും കാണുന്നു. ആദ്യം എന്റെ മനസ്സിലാവാൻ ഞങ്ങൾ സംശയിക്കണം. കാരണം അറിവില്ലായ്മ കൊണ്ട് കാരണം ഇന്ന് നടക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. അങ്ങനെ ലൈഫ് സ്റ്റൈൽ തന്നെ നടക്കേ. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ അവരുടെ മനസ്സോട് എന്നും അവരുടെ മനസ്സ് വിചാരിക്കാതെ ഞാനൊരു പ്രോഗ്രാമിന് ഇറങ്ങിപ്പോയിട്ടില്ല. അവരുടെ കാര്യം പറയാൻ ഇറങ്ങിപ്പോയിട്ടില്ല. കാരണം ദൈവദൂതനാണ് എന്നെ വിജയിപ്പിക്കാൻ, സക്സസ് ആക്കാൻ. ഞാൻ സക്സസ് ആയാൽ നിരവധി ആളുകൾ സക്സസ് ആവുമെന്ന് ദൈവത്തിന് അറിയാമോ സാർ? അതുകൊണ്ടാണ് എനിക്ക് ആദ്യം
രക്ഷയില്ലാത്തവർക്ക് കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചു. സാർ പ്രോഡക്റ്റ് മേടിച്ച് വെച്ച് അത്രയും കിട്ടിക്കണം. കാരണം എൻ്റെ വൈഫിന്റെ കല്യാണം കഴിച്ച സ്വർണവും എൻ്റെ ഉണ്ടായിരുന്നു, വിറ്റും പണയം വെച്ചും ഒന്നുമില്ല. ഒരു മോതിരം ഉണ്ടായിരുന്നു എൻ്റെ പേര് കുത്തിയത്. ആ മോതിരം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇത് ഊരിട്ട് ഒരു പരിപാടി വേണം, ഒരു പരിപാടി. 2 ദിവസം കൊണ്ട് എടുത്തു തരാം, നമുക്ക് എടുക്കാം. മേടിച്ചൊന്നും എടുത്തൊന്നിട്ടില്ലോ. അപ്പൊ ഇതും കൂടെ കൊണ്ടായ കാരണം പേടിച്ചിട്ട് ഊരാത്തൊന്നും ഇതങ്ങനെ ഊരിയാൽ ഞാമല്ല ഇട്ടിട്ട് അങ്ങനെ നോക്കാൻ. എന്താണെങ്കിലും അന്ന് തരില്ല എന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോ വീണ്ടും ഞാൻ ഒന്നുകൊണ്ടേ പറഞ്ഞു, ചിലപ്പം രക്ഷപ്പെട്ടാലും ചെറിയൊരു വീട് മേടിക്കാൻ ദൈവം തന്നെ അവസരമാണെങ്കിലും അവരെന്റെ സുഹൃത്തുക്കളാണ്. എന്നെ ഒരിക്കലും ഒരു രൂപ എന്റെ കളയാൻ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരാളല്ല വന്നെങ്കിൽ ഇതും കൂടെ അങ്ങനെ എനിക്ക് ഈ ഉൽപ്പന്നോട് ഇടാൻ വേണ്ടി പൈസ. ഈ പ്രോഡക്റ്റ് ഞാൻ മേടിച്ച് കടയിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ മേടിക്കുന്നില്ല. ഞാൻ പേടിച്ചു എന്റെ കുടുംബജീവൻ തന്നെ എനിക്ക് താറുമാറാവുന്നു. കാരണം ഒന്ന് ദേഷ്യപ്പെട്ടാണ് മോര് കുടിച്ചത്. ഇനി അത് എടുത്തു കൊടുത്തില്ലെങ്കിൽ അരിമില്ലല്ലോ. എന്തായാലും ഞാൻ 2-3 കുറച്ച് പേരെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ പറഞ്ഞു, എന്നെ ഉപദേശിക്കണം, ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, നീ ഇപ്പോഴാണ് ഇത് കേട്ടത്. 25 വർഷം മുമ്പ് ഞങ്ങൾ കേട്ടതാ. കമ്പനി തുടങ്ങിയിട്ട് അന്ന് 3 വർഷമായിട്ടു. 25 വർഷം മുമ്പ് കേട്ട ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി. വൈകുന്നേരം ആയപ്പം എനിക്ക് എന്നോട് ഇവര് കൊണ്ടുതന്ന ഈ ഉൽപ്പന്നങ്ങളോടും ഇവരോട് ഭയങ്കര ദേഷ്യം. കാരണം വന്നവര് വന്ന പോലെ ഇതങ്ങോട്ട് അവർ ഭയങ്കര അറിവാണെന്ന് പറഞ്ഞേ. ബിജു അത് അങ്ങനെയല്ലേ, ഈ കഫ്റ്റേരിയ കഴിച്ചിട്ട് എന്റെ കൊച്ചിന് സംഭവിച്ചാൽ നീ സമാനം പറയൂ. നിനക്ക് ആരാ കൊണ്ടു തന്നെ? ഇത് എവിടെയാ വിൽപ്പാൻ നിങ്ങൾക്ക് അറിയാമോ? ഇത് മാനേജ്മെന്റ് ഇത് കൊണ്ടുതന്നാണോ? അതെന്റെ കൂട്ടുകാരാ, അവർ ഡോക്ടറിലാണോ? എല്ലാത്തിനോ ഇങ്ങനെ എന്നെ പരമാവധി എന്നെ നെഗറ്റീവ് ആക്കി. രാത്രി വൈകുന്നേരമായപ്പോ ഞാൻ ഫോൺ എടുത്തിട്ടോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞ് 4 എണ്ണം പറഞ്ഞു. എനിക്ക് 10 പൈസ മതി, എനിക്ക് 10 പൈസ മതി. ഈ പരിപാടി ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞാലേ എനിക്ക് പരിപാടി ഇഷ്ടമല്ല. അവര് പിറ്റുന്ന രാവിലെ കാറുമായിട്ട് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പ്രോഡക്റ്റ് എല്ലാം എടുത്ത് കൊടുത്തേക്കാന്ന് വെച്ചപ്പോ വീണ്ടും ലാപ്ടോപ്പ് വന്നു. അവിടെ ഇരിക്കും സാർ, ഞാൻ മോളി കാര്യം പറഞ്ഞാൽ ഇതെടുത്തോണ്ട് പോലും നമുക്ക് കേട്ടാം. ഇതിങ്ങനെ പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ വന്നത് കഫ്റ്റേരിയ വിൽക്കാനല്ല, ഞാൻ വന്നത് വെൽക്കാട്ട് കൊടുക്കാനല്ല. ഞാൻ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്പർ 1 കമ്പനിയുടെ ഇൻഡസ്ട്രിയിലേക്കാണ് വന്നിരിക്കുന്നത്. നാളെ എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണെന്ന് അവർ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, സാധനം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ ഞാൻ വിളിക്കും. കമ്പനിയിൽ വരുമ്പോഴും മുടികേരി വരുമ്പോഴൊക്കെ വിളിക്കും. അവർക്ക് തോന്നി സാറേ ഇന്നാണ്. അവര് ഫോൺ വെക്കുന്നതിന് അന്ന് കാരണം എക്സ്പീരിയൻസ് ആണ്. ഈ പ്രോഡക്റ്റ് എങ്ങനെ കൊടുക്കണം, ഈ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് അറിയാവുന്ന ആൾ പറഞ്ഞപ്പോ പ്രോഡക്റ്റ് തുടങ്ങി. അപ്പൊ എനിക്ക് നല്ല കോൺഫിഡന്റ് ആയി. ഒരു ദിവസം 3, 4, 5 പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. കുറെ പ്രോഡക്റ്റ് എടുത്ത് പോകാൻ പറയുമ്പോൾ ഞാൻ മേടിച്ച് ഉപയോഗിച്ചു. എന്റെ വൈഫിനും എന്റെ കുട്ടികൾക്കും അങ്ങനെ റിസൾട്ട് കിട്ടി. അങ്ങനെ റീറ്റെയിലിംഗ് ആരംഭിച്ചു. 1.5 മാസം റീറ്റെയിലിംഗ്. പിന്നീട് മുഴുവൻ സമയ പ്രവർത്തനമാണ് വിജുമോത്തി മൈലക്ഷൻ മാർക്കറ്റിംഗ്. മുഴുവൻ സമയ പ്രവർത്തനമായിട്ട് വന്നപ്പോൾ ഉണ്ടായ മാറ്റം ഇവിടെ ഇരിക്കുന്ന സ്വപ്നങ്ങളുള്ള സാധാരണക്കാരോട് ഞാൻ പറയുന്നു, 2026 ഞാൻ പറയുന്നു, ആ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് പോവണിയാം. അമ്മ ഡിസംബർ ആകുമ്പോൾ ഒരു 2 വീലർ ആഗ്രഹിക്കുക, ഒരു വീട്ടമ്മ 2 വീലർ ആഗ്രഹിക്കുക. ഞാൻ പറയുന്നു 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 വീലർ മേടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മിനിമം ഒരു 5 ലക്ഷം രൂപ കാർ മേടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞു തരും. കാരണം ഇത് പഠിപ്പിക്കുക, നിങ്ങൾ പഠിപ്പിക്കുക ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ബിജുമാറ്റി സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു അടുത്തേക്ക് 1 to 1 പ്ലാൻ പോകും. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടായിരിക്കും, അത്ര ആഗ്രഹത്തോടുകൂടി ഭയങ്കര കൊതിയായിരിക്കും എണ്ണ മാർക്കറ്റിംഗ് ചെയ്യാൻ. കാരണം സൗഖ്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യം കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. എത്രയോ കുടുംബങ്ങൾക്ക് അടുത്താൽ എന്റെ ഫാമിലിക്ക് പ്രാർത്ഥന കിട്ടുന്നത്, എത്രയോ കുടുംബങ്ങൾക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു കഫ്റ്റീൽ കൊടുത്തോട്ടെ. ഒരു നടുവേദന, ഇന്ന് വേദന മാറാത്ത ഒരാൾക്ക് ഒരു ചാമ്പി തൈലോ ഒരു നോവേദനയ്ക്ക് അസുഖം കൊടുത്താൽ 3 ദിവസം കൊണ്ട് അവർ വിളിച്ചു പറയും, മക്കളെ നിങ്ങൾ ദൈവമായിട്ട് കൊടുത്തു, ദൈവമായിട്ട് എത്തിച്ചു. നമ്മുടെ നാട്ടിൽ അതേപോലെ വേദന തിന്നുന്ന ആളുകളുണ്ട്, പൈസ കൊടുക്കാനില്ല. ഈ ചെറിയ പ്രോഡക്റ്റ് മേടിച്ചാൽ ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന ആ ഒരു ഇതിന് സൗഖ്യം കിട്ടുന്നത്. സാർ എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഇതാണ്. വാടക വീട്ടിൽ കിടന്നോണ്ടാ ഇന്നോവ ഇഷ്ടം. ആ വാടക വീട്ടിൽ എന്റെ വീട്ടിലെങ്ങാനും വന്നാൽ ആരെങ്കിലും ഈ വീട് കാണാൻ വന്നായിരുന്നെങ്കിൽ ഒരിക്കലും ബിസിനസ് ചെയ്യണം. കാരണം ഒന്ന് പറയും, ഇത് ഞങ്ങളെയൊക്കെ ചേർക്കാൻ വേണ്ടി ബിജു വലിയ ഷോ ചെയ്യണം അങ്ങനെ പറഞ്ഞേ. അന്ന് എന്ത് ശ്രമിച്ച് വണ്ടി ബസ്സിൽ കയറി വന്നോണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് എറണാകുളം ഇതേ മീറ്റിംഗ് ഏറ്റവും ബാക്കിൽ ബസ്സിൽ കയറി വന്നിരുന്ന ആളാണ്. ഈ ബിസിനസ് വലിയ ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ഇവിടെ
കിട്ടുന്ന അച്ചീവ്മെന്റ്സിന്റെ ആ ഒരു മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി ബാക്കിലിരുന്ന് കേട്ടിട്ട് ഇറങ്ങി പോകണല്ലോ. പിറ്റേന്ന് ഒരാളെങ്കിലും ഞാൻ അസസിറ്റിക്കും. അത്രയും നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ആദ്യം ഒരു ഇന്നോവ തിരിച്ചെടുത്തു. 2016 വന്ന് 2017 ഇന്നോവ കിട്ടാം. ഈ വീട് വണ്ടി 1 വർഷം ഓടി കഴിയുമ്പോൾ 1,30,00,000 വീട്ടിലേക്ക് മാറി. 1 കോടി. ഈ വീട് കയറി നടത്തിക്കുന്ന ഈ കമ്പനിയുടെ പരമാവധി വരുമാനമായ 2,14,000 ഫിഗർ അക്കൗണ്ടിങ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മറ്റൊരു വീട് മേടിച്ചു, റെന്റിന് കൊടുത്തു. 2020 ഇലക്ട്രിക് വെഹിക്കിൾ മേടിച്ചു. അത് ഞാൻ അപ്പൊ എന്റെ വീട്ടിൽ കിടക്കുന്ന 1,14,000 കിലോമീറ്റർ ഓടി. തൊഴിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വേണ്ടി ആരെടുത്താ ഒറ്റയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം ഒരാൾപ്പോ വണ്ടിയോട് ബീച്ചില്ല. ഞാൻ ഒരു ദിവസം ഞങ്ങൾക്ക് സ്റ്റേഡിയം പിടിച്ചിരിക്കുവോ. ഞാൻ എക്സിക്യൂട്ടീവോട് ചോദിച്ചു, സാർ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവോ? അല്ല സാർ, ആളെങ്ങോട്ടോ വിശന്നിരിക്കുന്ന പോലെ ഇപ്പൊ തന്നെ കാരണം ബക്കറ്റൊക്കെ എടുത്ത് വെള്ളം കുടിച്ചിട്ട് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വന്നു. ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോ എന്നെ വിളിച്ചിട്ടുള്ള വണ്ടി ഇങ്ങനെ ഇത്ര പവറുള്ള വണ്ടിയാണോ? വേറെ ഒന്നും തോന്നില്ല. അപ്പൊ തന്നെ പറഞ്ഞു വണ്ടി നല്ല പോളിഷ്യൻ സെറ്റ് ആക്കി കിട്ടോ, ഞാൻ നാളെ നിർത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിന് ചെറിയ ടോക്കണെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ വന്ന് വണ്ടി കൊടുത്തു. ഇന്ന് ഏകദേശം 5 വർഷം EMI ഒക്കെ എല്ലാം തീർന്നു. വണ്ടി ഇപ്പൊ ഇങ്ങനെ രാജപ്രഭയോട് കൂടി എന്റെ വീട്ടിൽ കിടക്കുന്ന എന്റെ വൈഫ് എടുത്തോണ്ട് ഡബിളൊന്നും പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തേക്കാൻ ഇത്ര നാളായില്ലേ, വേണ്ട ഈ വണ്ടി കൊടുത്തു ഒരു പരിപാടി വേണ്ടത് മുതൽ കൂട്ടാന്ന് പറഞ്ഞേ. കാരണം ആ വണ്ടി എടുത്തോണ്ട് ആൾ എങ്ങോട്ടും പോകുള്ളൂ. പറഞ്ഞ ആള് വന്ന ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പൊ അങ്ങനെ വണ്ടി മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2025 ഒരു താറ് മേടിച്ചു. താറ് കാരണം ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഡീസൽ വണ്ടിയിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഡീസൽ വണ്ടിയിലെ പെട്രോൾ വണ്ടി. അന്ന് 4 വീൽ ഡ്രൈവിംഗ് ഉണ്ട്. അന്ന് വലിയ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ റോഡൊന്നുമില്ല. ഇങ്ങനെ കയറി പോകുമ്പോൾ ബൈക്ക് കിട്ടും. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ കുറിച്ചു ഒരു 4 വീൽ ഡ്രൈവ് പഠിക്കണം. അങ്ങനെ എന്റെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് MILFT മാർക്കറ്റിംഗ് ഒരു താറ് മേടിച്ചു. വീണ്ടും 2025 ഈ ബിസിനസ്സിൽ കടന്നു വന്ന് 2022 ഈ കമ്പനി ഒരൈഡി ഇന്റർനാഷണൽ ടീം മാറി. 2018, 19, 20, 21, 22 5 വർഷമായപ്പോൾ ഞാൻ പറഞ്ഞ കമ്പനി ITC ആയി മാറി. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ 36 മാസത്തിനുള്ളിൽ നിങ്ങൾ ITC അവസരം പറയാൻ കാരണം ഓർമ്മല്ല, ഒരു പാടുമില്ല. ഇന്ന് നിങ്ങളൊരു വീട്ടിൽ നിന്ന് എലമെന്റ്സ് പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണല്ലോ. സീരിയസ് സാർ, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അങ്ങ് തിളങ്ങി. സാർ ഇത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയല്ല, ഏഷ്യയിലെ നമ്പർ 1 അല്ല, ലോകത്തിലെ നമ്പർ 1 കമ്പനിയാ പോകുന്ന കമ്പനിയാണ്. ലോകത്തിലെ നമ്പർ 1 കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർമാരാണ് ഇരിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം പ്രവർത്തിക്കാൻ. ആ ഒരു മനോഭാവത്തിലായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ഡിസംബർ മാസത്തിൽ 4 മാസത്തിൽ 4 മാസത്തിൽ ഒരു BMW 3 Series ലിമോസിൻ മേടിച്ചു. ഇതെല്ലാം വീഡിയോ കേട്ടോ. കാണാൻ യോഗമില്ലേ? ഇനി നിങ്ങൾക്ക് ആദ്യം കാണുന്നുണ്ട്. ഇത് കഴിയും എന്റെ കയ്യിൽ മൊബൈലുണ്ട്. ഞാൻ കാണിച്ചു സാർ ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് വീടൊക്കെ മേടിച്ചു, നല്ല സെറ്റപ്പായി. എന്റെ വീട്ടുകാരോട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാരണം ഉള്ള കാര്യം നിങ്ങൾ തുറന്നു പറയും. എന്റെ വൈഫിനെ കാണുമ്പോൾ പറയരുത്. എന്റെ വൈഫിനെ ST സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ വരെ ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം ബിസിനസ് ചെയ്ത് കൊണ്ടുവരാം. ആള് ഈ ബിസിനസ്സില് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നപ്പം എന്റെ കൂടെ വരുന്നു. അതൊക്കെ അത്യാവശ്യം ആദരവ് കിട്ടുന്നു. ആളുകൾക്ക് മുന്ന് ഭയങ്കര സ്നേഹത്തോട് പെരുമാറുന്നു. പ്രോഗ്രാമിനൊക്കെ വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആള് ചേട്ടാ ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വയ്ക്കും. അപ്പൊ ഞാൻ ഓർത്തു സാധാരണ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട തലമുടിയൊക്കെ ഒന്ന് കിട്ടിയില്ല. ഞാൻ ഒരു ദിവസം വന്നപ്പം പെൺപിള്ളേക്ക് തലമുടിയൊക്കെ ഇങ്ങനെ തിളക്കിയിട്ട് ചുണ്ടലെ കുറെ ലിഫ്റ്റിക്ക് വേണ്ടി അന്ന് നിർത്തി എന്റെ സ്റ്റേറ്റിംഗ് കൊണ്ട് എന്റെ പൈസ കൊണ്ട് എന്ത് ചെയ്യിച്ചോ. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ബിസിനസ്സിൽ വന്ന എന്റെ ടീമിലും മറ്റു ടീമിലും ഞാൻ കഥ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് പൈസ കിട്ടും. ചിന്തിക്കുന്നതിനപ്പുറത്ത് പൈസ കിട്ടില്ല സർ. ഞാൻ പറഞ്ഞ നാളെ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് നല്ല ഒന്നാന്തരം മുടിയുടെ സ്ട്രേറ്റ് ചെയ്തിട്ട് വെറുതെ കൊല കെട്ടി കളഞ്ഞിട്ടോ. ചില ആളുകളുടെ നല്ല സൂപ്പർ ഡ്രസ്സ് ഇവിടം വരെയൊക്കെ പാൻറ്റിരുന്ന് കയറി ഇവിടം വരെ. അവരോർക്കണം ഞാൻ അമേരിക്കയിലല്ല, നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ്. അത് മനോഭാവത്തിൽ വേണം പ്രവർത്തിക്കാൻ. നമ്മൾ ചിലപ്പം സ്റ്റൈല് കാണുന്ന കാര്യം കേട്ടോ, നമ്മൾ ചെല്ലുന്ന വീട്ടുകാർ വിചാരിക്കുന്ന സ്റ്റൈല് വേറെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കൊരു പൈതൃകം. ഞാൻ പറഞ്ഞ പൈസ ഇഷ്ടം പോലെ കിട്ടാൻ ഇപ്പൊ ലക്ഷക്കണക്കിന് വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആഴ്ച ഇടതമില്ലാണ്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്താ കാണിക്കാൻ പാടത്തി പൈസ? എന്താ കാണിക്കാൻ പാടത്തി പറ? എന്താ അശുദ്ധി പണി ചെയ്യാം ആണല്ലോ സാർ? നോ സാർ, നോ. കാരണം ഇത് ശുദ്ധിയുള്ള പൈസയാണ്, ദൈവികമായ പൈസയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും കണക്ക് കാണിച്ചാൽ അതിനാണ് പറയുന്നത് നിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. നിന്റെ അക്കൗണ്ട് മരവിപ്പിക്കും.
അതുകൊണ്ട് കിട്ടുന്ന പൈസ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചോ നിങ്ങൾ അക്കൗണ്ട് കൂടി 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 നിറഞ്ഞ കവിയുന്നുള്ള യാതൊരു തർക്കമില്ല. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ടീമുകൾ നമ്മൾ BMW മാറി, വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 ഡിസംബർ മാസത്തിൽ ഞാൻ ദുബായിൽ ഒരു ഫ്ലാറ്റ് വെച്ചു. എന്റെ കുറച്ചുപേർ കഴിച്ചു, ഇവിടെ കുറച്ചുപേർ കഴിച്ചു, അവിടെ കുറച്ച്. ഇത് ശരിയാണോ? സംശയം ഇല്ല സാർ. ഈ കൈയടി തന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നത് അടുത്ത ഒരു 3-4 ആഴ്ചക്കുള്ളിൽ ഈ 20-ാം തീയതി കീ ഹാൻഡോവറിയാണ്. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തേക്കുവാണ്. ദുബായിക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. ഓൾറെഡി ഇന്ന് 2 ദിവസം വിസ കിട്ടും. 20-ാം തീയതി കീ ഹാൻഡോവർ ചെയ്യും. അവിടുത്തെ ബാക്കിയുള്ള സിറ്റുവേഷൻ ഒക്കെ നോക്കും. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ എന്റെ ഫാമിലി, എന്റെ കുട്ടികളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഒരു 10 ദിവസം കിടക്കണ്ടേ അല്ലേ? ഇത് മേടിച്ചു, ഇഷ്ടംപോലെ പൈസ ഇട്ടാ പൈസ ഇട്ടത് കൊടുക്കുമല്ല. എന്റെ ഫാമിലിയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു അടിപൊളി ഒരു അല്ലെ നല്ലൊരു വീഡിയോ എടുക്കണം. എന്നിട്ട് എന്തിനാണോ ഇവിടെ നിങ്ങൾ കാണിക്കാം. ഇവിടെ അതായത് 2016 നിലത്ത് കിടന്നിറങ്ങിയ ബിജു മാത്യു ദുബായിലെ ഫ്ലാറ്റിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും സാർ. നിങ്ങൾ യാഥാർത്ഥ്യം വേണ്ടി ഇറങ്ങി അങ്ങനെ ദുബായിലെ ഫ്ലാറ്റ് മേടിച്ചു. പിന്നെ ബിസിന്റെ 2023 നിങ്ങളുടെ നാട്ടിലാണേ. ഇവിടെ ഇറങ്ങുമ്പോൾ എറണാകുളക്കാരുണ്ടെങ്കിൽ നേരെ വൈകിട്ട് നേരെ പോവുക. ഓപ്പറാമാള് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ ചെന്നിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന റൈറ്റിലേക്ക് നോക്കിയാൽ പ്രൗഡന്റ് എന്ന് പറഞ്ഞൊരു ടൗൺഷിപ്പ് കാണാൻ പറ്റും. ടൗൺഷിപ്പ് അതില് ആ ഫസ്റ്റ് ഫ്ലോറില് ഫസ്റ്റ് ഇതില് ഇവിടെ 14ാമത്തെ നിലയില് ഒരു 2-3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റ് മേടിച്ചു. അത് അടുത്ത ഡിസംബറിൽ എറണാകുളക്കാരെ നിങ്ങളുടെ നാട്ടുകാരനായിരിക്കുമോ? കാരണം പണം ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ നിൽക്കരുത്, കുത്തുവാക്കും കഴിയാക്കലൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? പണം ഉണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിടാം. ഓക്കെ, അങ്ങനെ ഫ്ലാറ്റ് മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2023-24 എന്റെ 2 കുട്ടികൾക്ക് നിലത്ത് കിടന്നുറങ്ങി 2 കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഓസ്ട്രേലിയക്ക് കൊടുക്കാൻ കഴിയും. ഓസ്ട്രേലിയ ഫെയിലിയർ ആണ് സാർ. പക്ഷെ ഒരു കാര്യമാണ് സാർ, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിച്ചാണ്. എന്നെ ഇപ്പോഴും ആളുകൾ കളിയാക്കുന്നുണ്ട്. പുസ്തകം പറയുന്നത് ഒരു കുഴപ്പമില്ല, നല്ല ചിരി സമ്മാനിച്ച്, ക്ലോസപ്പ് ചിരി സമ്മാനിച്ച്. ഏറ്റവും കൂടുതൽ കളിയാക്കുന്നവർക്ക് ഒരു ചായ മേടിച്ചു, അവനൊരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കാൻ ഏറ്റവും നന്നായിട്ട് കളിയാക്കുമോ നിങ്ങൾ ആരും ആയിക്കോട്ടെ. എന്നെ പുറത്തുനിന്ന് നന്നായിട്ട് കളിയാക്കുമോ നിങ്ങൾക്ക് നല്ലൊരു ഷാട്ടാശിക്ക് കിട്ടും മേടിച്ചു. കാരണം ചുമ്മാ കളിയാക്കുന്നേ. അതിന് അവന് മധുര പ്രതികാരം കൊടുക്കൂല നമ്മള്. അപ്പം അങ്ങനെ ഞാൻ എന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ലാസ്റ്റ് അച്ചീവ്മെന്റ്സ്. ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ ഇങ്ങനെ പോയി. ചൈന കാണാൻ പറ്റുന്നില്ല. ലാസ്റ്റ് അച്ചീവ്മെന്റ് ആണ് സാർ. ലാസ്റ്റ് അച്ചീവ്മെന്റ്സ് ആണ്. ഇന്നലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആൾക്കൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് പോകണമെന്ന് പറഞ്ഞു. അപ്പം ആളുകൊണ്ട് ആളൊരു ഡിസ്ട്രിബ്യൂട്ടറിൽ എഴുതി. അപ്പം അവർ പറഞ്ഞു സാറിന് അവര് 5 മണിക്ക് പോകണം. 5 മണിക്ക് വേണം. അവര് ഓൾറെഡി കോട്ടയക്കാരാണ്. അപ്പൊ രാവിലെ അവിടെ നിന്ന് 3 മണിക്കെങ്കിലും എഴുന്നേറ്റാണ് 5 മണിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. തലേന്ന് പറയും കാരണം ഞാനൊരു വൈകി മാത്രമേ ഉള്ളൂ, നമുക്ക് അവിടെ കിടക്കാം. ഓക്കെ, അവർ വന്നു. എന്റെ വീട്ടിലായിരുന്നു സ്റ്റേ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. കാരണം എന്റെ വീട്ടില് എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആദ്യമായിട്ട് ഒന്ന് കിടക്കാൻ അവരെ ഭാഗ്യവാന്മാർ അവിടെ ഒന്ന് കിടന്നു. രാവിലെ 5 മണിക്കാണ് വർക്കെല്ലാം പോയി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഈ വിജയ സൂപ്പർ അവിടെ ഇങ്ങനെ മൂടിയിട്ടേക്കോ. അപ്പൊ എന്നോട് സാറ് പറഞ്ഞ പുള്ളിക്കാരനെ പഴുതേങ്ങ് പൊക്കി. ഇപ്പം ഈ കളർ മാറ്റി ഈ കളറാണ്. പുള്ളിക്കാരൻ അതിനകത്തിരുന്ന് ഫോട്ടോ എടുക്കണു, അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണു. അല്ലെ സാർ, ഞാൻ പറഞ്ഞത് ഈ വിജയ് സൂപ്പറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സാർ. എന്റെ ആ കൊച്ചിനെ വെച്ചാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അതേപോലെ ഒരു 3-4-5 വർഷം കഴിഞ്ഞപ്പം എന്റെ വണ്ടിയുടെ കളറൊക്കെ മാറ്റി എന്റെ കൊച്ചു വളർന്നു. അതോടൊപ്പം എന്റെ കാർ പോർച്ചിൽ ഇരിക്കുന്ന എന്റെ വണ്ടിയുടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ഈ ബിസിനസ് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ആവശ്യം പോലെ ഇവിടെ തള്ളിക്കളയാം. ചിലപ്പോൾ നിങ്ങൾ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു 10-1 ലക്ഷം ഒക്കെ സാലറി നിൽക്കുന്ന ആളുകളായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരനായിരിക്കാം. അല്ലെ, കുടുംബക്കാരനാണെങ്കിൽ ഈ കഫ്റ്റീനെ കുറിച്ച് ആളെ പറയുമ്പോൾ എടാ ജോസേ നീ അതിനകത്ത് നീ ആടിയോ, നിനക്ക് വല്ല കാര്യമാണ് ഈ കഫ്റ്റീനിൽ വെക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ കേൾക്കേണ്ടി വരും. നിങ്ങളിപ്പം ഒരു DGP ആയിരുന്നു വിചാരിച്ചു, വേണ്ട മുഖ്യമന്ത്രി ആയിരുന്നു വിചാരിച്ചു. മുഖ്യമന്ത്രി എന്തോരാൾ അത് ഒളിഞ്ഞു തെരുവുണ്ട് നേരിട്ട് പറയാൻ പറ്റില്ല ആണല്ലോ. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിജയിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശനങ്ങളില്ലാതെ നേതാവാവില്ലാട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി വിജയിച്ചാൽ നമ്മുടെ ബന്ധുക്കളും സൂത്രം പറയും, ഞാൻ പറഞ്ഞല്ലേ
അവൻ വിജയിക്കുന്നു, അവൻ മിടുക്കനാന്ന് പറഞ്ഞില്ലേ? ശരിയാണല്ലോ? ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ട ഞാൻ നിന്നോടൊന്ന് പറഞ്ഞാലേടാ ഇതുവല്ലാതെ കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് അന്നാ കൊണ്ടുവന്നോ നന്നാ വരുന്നോ പറയുമല്ലോ, അതും പറയും. ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ചുമ്മാ ഇരുന്നേ, ആർക്കും ഉപദ്രവമുണ്ട്, നാടിനും വീടില്ലാതെ ഒത്തിരിക്കണോ? ആണല്ലോ? വിമർശിക്കുന്ന കാര്യത്തിൽ തടക്കൂലല്ലോ. എന്നാ പിന്നെ വിജയിച്ചിട്ട് വിമർശനം കേൾക്കണല്ലേ നല്ലത്. അന്ന് അങ്ങനെയാണ് വിജയിക്കാൻ പാർട്ടി. ഞങ്ങളെക്കാൾ നല്ല ലീഡർഷിപ്പിലേക്ക് എത്തട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോഴും ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ? 25 വയസ്സുകാരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ 52 വയസ്സുകാരൻ എപ്പോഴാ നേരത്തെ കൊണ്ടറിയാലോ? അവിടെ 52 വയസ്സാകുമ്പോൾ ഈ കമ്പനി കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഇരിപ്പുണ്ട്. അന്ന് BMW ബെൻസൊന്നും അല്ല, അന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ആഡംബരക്കാരും ആഡംബരത്തിൽ നടക്കുന്നത് MI ലൈഫ് മാർക്കറ്റിംഗ് ബിസിനസ് വ്യക്തികളെ. അതിന്റെ തെളിവുകളാണ്, ജീവിക്കുന്ന സത്യങ്ങളാണ് ഇത് കൊണ്ട് പറയുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തായാലും നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. 2026 വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. ഈ 2026 എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ഫാമിലിയിൽ, എന്റെ ബന്ധുക്കളുടെ മുന്നിൽ, എന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാനൊരു സക്സസ് പേഴ്സണായി മാറും എന്നുള്ള ഉറപ്പെടുത്തിട്ട് വേണം, ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഈ പ്രോഗ്രാം വിട്ടുപോകാൻ. ഇന്ന് വിശ്വസിക്കാൻ തോന്നിയിരിക്കുന്ന എല്ലാവർക്കും ഇതിലൂടെ വലിയ ചർച്ചകളുണ്ടായിട്ട് ആത്മാർത്ഥ പ്രാപ്തിയുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തതാണ് ഒന്ന്